കിടക്കണ കിടപ്പ് കണ്ട. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, നല്ല സുന്ദരിയായ ഭാര്യയും, ഇട്ട് മൂടാനത്ര സ്വത്തും. പറഞ്ഞിട്ടെന്താ, മരണം ഔചിത്യബോധമില്ലാത്ത ഒരു കോമാളിയല്ലേ? 45-ാം വയസ്സിൽ മരിക്കാനാണല്ലോ ഇയാളുടെ യോഗം. ഭൂമിയിൽ എന്തൊക്കെ നേടിയാലും ആയുസ് തീർന്നു കഴിഞ്ഞ സ്വന്തമായതെല്ലാം വിട്ട് ഒരു യാത്ര പോലും പറയാതെ പോകേണ്ടി വരും. എല്ലാം ഓർത്തോ? വെള്ളം കുടിക്കേ. ഏട്ടാ 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 എന്നെ കേട്ടാ? ഏട്ടാ എന്നെ കേട്ടാ? എന്നെ കേട്ടാ? ഏട്ടാ എന്നെ കേട്ടാ? എന്നെ കേട്ടാ? ഏട്ടാ ഇതെവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതാണ് ശുദ്ധീകരണ സ്ഥലം. എനിക്ക് ഇതുവരെ വരാൻ പറ്റൂ. ഇത് ഇനി നീ നരകത്തിലേക്കാണെങ്കിലും സ്വർഗത്തിലേക്കാണെങ്കിലും നീ ഇനി ഒറ്റയ്ക്ക് പോണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പോയാ? ആ പടിയൊക്കെ ഉണ്ടല്ലോ, അതും വെളുത്ത പടി. കേറി നോക്കാം. സ്വാഗതം ബാബു, സ്വാഗതം. ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് സ്വാഗതം. താനാരാ? നിങ്ങൾക്ക് എങ്ങനെ എന്റെ പേരറിയാം? ഞാൻ നീതിയുടെ ദൂതൻ, വിധിയുടെ കാവൽക്കാരൻ. നിന്റെ ഭൂമിയിലെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. 45 വയസ്സുവരെയുള്ള നിന്റെ എല്ലാ പ്രവൃത്തികളും ഈ കണക്ക് പുസ്തകത്തിലുണ്ട്. നീ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നന്മ തിന്മകൾക്കനുസരിച്ചാകും ഇനി മുന്നോട്ടുള്ള യാത്ര. നിനക്ക് സ്വർഗമാണോ നരകമാണോ ലഭിക്കാൻ പോകുന്നെന്ന് നമുക്ക് നോക്കാം. അതിന് ഈ ബുക്കിൽ നോക്കേണ്ടെന്ന് ആവശ്യമില്ല. എനിക്ക് സ്വർഗം തന്നെ കിട്ടും. അതെ, ഞാൻ പാപിയൊന്നുമല്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല, കവർ ചെയ്തിട്ടില്ല. പിന്നെ ദൈവത്തിന് കൊടുക്കേണ്ട കാണിക്ക സമയാസമയം കൃത്യമായി കൊടുക്കുന്നുമുണ്ട്. എടോ, പാപം എന്നത് രക്തം ചിന്തൽ മാത്രമല്ല, ഒരാളുടെ ഹൃദയം തകർക്കുന്നതും പാപം തന്നെയാ. ഞാനൊന്ന് നോക്കട്ടെ. എന്നാ നോക്കിക്കോ. താൻ ഏറ്റവും കൂടുതൽ തെറ്റിയത് തന്റെ പ്രിയപ്പെട്ടവരോടാണല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നും കൂടെ നോക്കിയേക്ക്. ഞാൻ പറഞ്ഞില്ലേ, തനിക്ക് വിധിച്ചിരിക്കുന്നത് പറയണ്ട, അറിയാം. എങ്ങോട്ടാ ഈ സ്വർഗത്തിലോട്ടുള്ള വഴി? സ്വർഗമല്ല, നരകമാണ്. അതവിടുത്തെ ഞാൻ ജീവിച്ചത് എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാ. ഞാൻ അവർക്ക് വേണ്ട എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്റെ സ്വത്ത് സമ്പാദ്യം എല്ലാം അവർക്കാ. പക്ഷേ താൻ അവർക്ക് സ്നേഹം മാത്രം കൊടുത്തില്ല. എടോ, കൊടുത്ത 100 ഇരട്ടിയെ തിരിച്ചു കിട്ടുന്ന ഒന്നേ ഉള്ളൂ ഭൂമിയിൽ. അത് സ്നേഹമാ. സ്നേഹിക്കാൻ അറിയാത്ത മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല. നിനക്ക് വിധിച്ചിരിക്കുന്നത് നരകമാണ്.
ബാബു വന്നോ? ഞാൻ ബാബുവിനെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളാരാ? ഇച്ചിരി വെള്ളമുണ്ടോ? വെള്ളം. വെള്ളമോ? വെള്ളം വെള്ളം. ഇത് നരകമാണ്. ഇവിടെ വെള്ളമില്ല. ഇവിടെ പാപികൾക്ക് കണ്ണീരാണ് ദാഹജലം. ഓ, ഇതാണല്ലേ നരകം. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് നരകത്തിലെ തീയും ചുട്ടുപൊള്ളുന്ന ചൂടും വിഷം തുപ്പുന്ന ജീവികളെന്നൊക്കെയാണ്. എന്നെ ആ നരകത്തിലെ വറുചട്ടിയിലിടല്ലേ? വറുചട്ടി? അതൊക്കെ നിങ്ങൾ മനുഷ്യരുടെ സങ്കല്പം മാത്രമല്ലേ. നരകത്തിലെ യഥാർത്ഥ ശിക്ഷ എന്തെന്ന് കാണണോ? കാണണോ? കാണ്. പാവങ്ങളല്ലേ, അവർക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്തിനാ അവരെന്നോർത്തിട്ട് കരയുന്നേ? നീ അവർ കരയുന്നത് മാത്രല്ലേ കാണുന്നുള്ളൂ. അവർ അവരുടെ മനസ്സിൽ എന്ത് വിചാരിച്ചാ കരയുന്നതെന്ന് എനിക്കറിയോ? ഇല്ല. അറിയണോ? കണ്ടോ? ഏട്ടാ, എനിക്ക് നിങ്ങൾ എന്ത് ഇഷ്ടാന്നറിയോ? എന്നെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാറുന്നില്ല. എന്റെ സങ്കടങ്ങളിൽ കൂട്ടായി നിൽക്കാറുന്നില്ല. എനിക്കൊരു വേലക്കാരിയുടെ പരിഗണന എങ്കിലും തന്നൂടായിരുന്നു. ഞാൻ എന്തെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തന്നു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നു. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ നോക്കി ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടായിരുന്നു? എന്നെ സ്നേഹിച്ചുകൂടായിരുന്നു? എനിക്ക് വയ്യാത്തപ്പോ നീ വലിയ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ചു. കുറേ കാശ് മുടക്കി അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ നിർത്തി. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും നിനക്കൊന്ന് എന്നെ കാണാൻ വന്നൂടായിരുന്നോ? ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയാം നിന്നെ കാണാൻ. ഞാൻ കാണണം എന്നും പറഞ്ഞ് വിളിച്ചപ്പോ നിനക്ക് സമയമില്ലെന്ന്. എനിക്ക് വേണ്ടത് നിന്റെ പണമല്ലായിരുന്നു, നിന്റെ സ്നേഹമായിരുന്നു. ബാബു, നീ ഓർക്കുന്നുണ്ടോ ഞാൻ നിന്റെ അടുത്ത് ആരോടും പറയരുതെന്ന് പറഞ്ഞ രഹസ്യങ്ങൾ എല്ലാരോടും പറഞ്ഞത് നീയായിരുന്നല്ലേ? നിനക്കതൊക്കെ ഒരു തമാശയായിരുന്നു. ഞാൻ വിശ്വസിച്ച ഒരേ ഒരു കൂട്ടുകാരൻ നീയായിരുന്നു. എന്നിട്ട് എന്തിനാടാ എന്നോട് ഇത് ചെയ്തത്? ഞാൻ നിന്നെ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ട് സ്നേഹിച്ചതല്ലടാ. എന്നിട്ട് എന്തിനാടാ എന്നെ ചതിച്ചത്? എന്തിനായിരുന്നു? അത് തമാശയ്ക്ക് വേണ്ടി. എന്നോട് അമ്മ എന്തു സുമേഷേ ക്ഷമിക്കണേ. ഞാൻ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് തെറ്റാ. എന്റെ ദൈവമേ, എനിക്ക് തെറ്റ് പറ്റി. ഞാൻ കരുതിയത് കൊലപാതകവും കളവും നുണപറച്ചിലും ഒക്കെയാണ് ഏറ്റവും വലിയ തെറ്റെന്ന. പ്രിയപ്പെട്ട മനുഷ്യനെ സ്നേഹിക്കാത്തതും അവരോടൊപ്പം സമയം ചിലവഴിക്കാത്തതും അവരോട് സ്നേഹത്തിൽ ഒരു വാക്ക് സംസാരിക്കാത്തതും ഇത്ര വലിയ തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി ഇത് എനിക്ക് തിരുത്താനാവില്ലല്ലോ.
ഇതാണോ നരകം? ഞാൻ ചെയ്ത തെറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ച് കുത്തി നോവിക്കുന്നതാണോ നരകത്തിലെ ശിക്ഷ? എന്നെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇതിനെക്കാട്ടിലും ഭേദം നരകത്തിലെത്തിയും കുറച്ചട്ടിയായിരുന്നു. ഇതാണ് നരകത്തിലെ യഥാർത്ഥ ശിക്ഷ. ജീവിച്ചിരുന്നപ്പോൾ നീ നിന്റെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാതെ പോയി. അതിനാൽ നീ നരകത്തിൽ സ്നേഹമില്ലായ്മയും ഒറ്റപ്പെടലും തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന്റെ വേദനയും അനുഭവിക്കും. ഇതാണ് ശിക്ഷ. ഇതാണ് നിന്റെ അന്തിമ വിധി. നരകം തീയിലല്ല, മനുഷ്യന്റെ നിർദ്ദയയിൽ തുടങ്ങുന്നു. സ്വർഗവും നരകവും മരണത്തിന് ശേഷം മാത്രം തുടങ്ങുന്നതല്ല. നാം മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹത്തിലും വേദനയിലും അവ ദിവസേന ജനിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കിറ്റ് അല്ലേ? വളരെ ചെറിയ സമയം കൊണ്ട് എന്ത് വലിയൊരു തോട്ടാണ് നമ്മുടെ ചെറുതുകൾ ഇത് കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, കൊള്ളിച്ചു എന്ന് പറയുന്നതാണ് കറക്റ്റ് വാക്ക്. എല്ലാവരുടെയും കയ്യിൽ അബണ്ടൻസ് ആയിട്ടുള്ളൊരു സാധനമാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് സഹജീവികളോട് കാണിക്കാൻ വളരെ ചെറിയ സമയം മതി, അതിന് വളരെ ചെറിയ മനസ്സ് മതി. ഇത് കണ്ടിട്ടെങ്കിലും കുറച്ച് ആൾക്കാർക്കെങ്കിലും ആ ചേഞ്ച് വരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അംബികാമ്മ, ആദ്യം എല്ലാവർക്കും സൂപ്പർ, വളരെ നന്നായിരുന്നു. എന്ന് വെച്ചാൽ വളരെ നന്നായിരുന്നു. ഓരോരുത്തരുടെ ഗെറ്റപ്പ്, ആ ലുക്ക് എല്ലാം നന്നായിരുന്നു. നമ്മുടെ വിനോദന്റെ ഒരു സ്പെഷ്യൽ ഗൈഡ്, വിനോദനാണ് മേക്കപ്പിന്റെ ആള്. വിനോദന്റെ മേക്കപ്പ്, ആ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ അവര് സംസാരിക്കുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ഹാണ്ടിങ്